വീണ്ടും വാർത്തകളിലേക്ക്. മതിലകം ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ പച്ചക്കറി ഗ്രാമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്ന സമഗ്ര ജൈവ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമശക്തി സംസ്ഥാന അവാർഡ് ജേതാവ് സുനിത ഷാജി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് മുഹമ്മദ് ഷഫീർ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി പി എ മുരുകേശൻ പദ്ധതി വിശദീകരണം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ സൗജന്യ വിത്ത് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഗഫൂർ ഗ്രോ ബാഗിന്റെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാവതി കൃഷ്ണൻകുട്ടി, സി കെ ഗോപിനാഥൻ, സി കെ അബ്ദുൽ ലത്തീഫ് എന്നിവരും സംസാരിച്ചു. അഞ്ച് സ്ത്രീകളാണ് അതിന് പോയിരുന്നത്. അതിൽ 90 ആണുങ്ങളും, ഞങ്ങൾ അറിഞ്ഞ ആണുങ്ങളുടെ ട്രെയിനിങ് ആയിരുന്നു. ഞങ്ങൾ സ്ത്രീകളാണ് അതിൽ ഞങ്ങളുടെ അളകപ്പ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പോയത്. അപ്പോൾ നടന്ന മിഷനായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഞങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയത്. ആ 5 സ്ത്രീകളും എന്താ പറയുക, ട്രാക്ടർ ഓടിക്കാനും കൊയ്ത്ത് യന്ത്രങ്ങൾ വർക്ക് ചെയ്യിക്കാനും, അതുപോലെ കോണോ വീഡർ, ബ്രഷ് കട്ടർ, ക്ലൈംബർ, സ്പ്രേയറുകൾ, ഗാർഡൻ ടില്ലർ, ട്രാക്ടർ, എല്ലാ യന്ത്രങ്ങളും വർക്ക് ചെയ്യിക്കുക. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രെയിനിങ് കിട്ടിയത്. അതിൽ എനിക്കും പിന്നെ ഒരു പുരുഷനും ട്രാക്ടർ ലൈസൻസ് വരെ എടുക്കാൻ പറ്റി. അവർ തന്ന ട്രെയിനിങ്ങിൽ അത് കൃത്യതയോടുകൂടി ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്ന് വീണ്ടും ഞങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞിട്ട് ആളകപ്പ പഞ്ചായത്തിലെ സരസ്വതി മാഡമാണ് വീണ്ടും നിങ്ങൾ 20 ആൾക്കാരെ സംഘടിപ്പിക്കാൻ ട്രെയിനിങ് വയ്ക്കാന്ന് പറഞ്ഞിട്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ 20ാം നമ്പർ കുടുംബശ്രീയുടെ പച്ചക്കറി കൃഷി വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് കൊച്ചുവീട്ടിൽ, മണി ഉല്ലാസ്, ഖദീജ പുതിയവീട്ടിൽ, സെക്രട്ടറി ഹബീബ്, ഷീബ സതീഷ്, കെ കെ ശേഖരൻ എന്നിവരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയായ ശീതകാല പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ട് നമ്മുടെ CDS മെമ്പർ ഇവിടെ ചെയ്ത കൃഷി വളരെ എല്ലാവർക്കും ഒരു അഭിമാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതുപോലെ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ വിഷം കലർന്ന പച്ചക്കറി നമ്മുടെ നാട്ടിലേക്ക് എത്താതെ നമ്മളുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നൊരു കാര്യമാണ്. ഇത് എല്ലാവരും ഒരു മാതൃകയാക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ തന്നെ പഞ്ചായത്തുകളായാലും ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇങ്ങനെയുള്ള സ്കീമുകൾ വയ്ക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ ശീതകാല പച്ചക്കറി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷി ചെയ്തത്. ക്യാബേജ്, കൊള്ളി, കോളിഫ്ലവർ, വെണ്ട, പയർ എന്നിവയുടെ വിളവെടുപ്പാണ് നടത്തിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര ജൈവ കൃഷി പദ്ധതിയുടെ ഭാഗമായി 9ാം വാർഡിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. JLG ഗ്രൂപ്പ് ഗ്രീൻ ഹൗസ് യൂണിറ്റിന്റെ 1 ഏക്കർ സ്ഥലത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷും വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അരയാമ്പറമ്പിൽ ദിനേശ് ഏറ്റുവാങ്ങി. കേരള കർഷക സംഘം വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി TS മധുസൂദനൻ കൃഷിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. വാർഡംഗം സുധീർ പട്ടാലി, CDS മെമ്പർ സുനില ബാലൻ എന്നിവരും സംസാരിച്ചു. പ്രിയ സുധീർ, ജിജി പ്രദീപ്, സിനി സന്തോഷ്, ഷൈന സുരേഷ് എന്നിവർ നടത്തിയ കൃഷിയിൽ നിന്നും ക്യാബേജ്, പടവലം, പയർ, കയ്പ എന്നിവയാണ് വിളവെടുത്തത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ BK ജനാർദ്ദനൻ ആമുഖ പ്രഭാഷണം നടത്തി. KH സാജൻ, വാർഡംഗം MK മോഹനൻ, PK സുധർമ്മൻ, KR മോഹനൻ, സുനില ശ്രീധരൻ, PB ഷാജി, സ്റ്റാഫ് സെക്രട്ടറി KR ഷീല, കുമാരി HM, PK വത്സല എന്നിവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. റേഷൻ കാർഡ് അപേക്ഷാ ഫോമിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ ഹാസ്യതാരം മാള അരവിന്ദന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.